നമസ്കാരം. ഈ ഒരു ലെക്ചറിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസിൻ്റെ രണ്ട് ഡെറിവേഷനും പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യനുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾ ആവറേജ് വെലോസിറ്റി നമ്മൾ പഠിച്ചു, അതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതാണ് പറയുന്നത്, ഒരു ഡെറിവേഷനാണിത്. എ മാൻ ഗോസ് ഫ്രം എ ടു ബി, അതായത് ഒരു എയിൽ നിന്ന് എ എന്ന് പറയുന്ന പൊസിഷനും ബി എന്ന് പറയുന്ന പൊസിഷനും ഉണ്ടെന്ന് കരുതുക. ഓക്കെ, എ ടു ബിയിൽ നിന്ന് ഒരു മനുഷ്യൻ നടക്കുക, എയിൽ നിന്ന് ബിയിലേക്ക് പോവുകയാണ് അറ്റ് v1 സ്പീഡ്. എയിൽ നിന്ന് ബിയിലേക്ക് ഇയാൾ പോകുമ്പോൾ എത്ര സ്പീഡാണ് എടുക്കുന്നത്? ഇങ്ങോട്ടേക്ക് v1 സ്പീഡിലാണ് ഇയാൾ പോകുന്നത്, v1 സ്പീഡ്. അതേപോലെ തന്നെ ആൻഡ് റിട്ടേൺസ് ബാക്ക് ഫ്രം ബി ടു എ, ബിയിൽ നിന്ന് തിരിച്ചു വരുന്നതാണ് അറ്റ് എ സ്പീഡ് v2 സ്പീഡിൽ ബിയിൽ നിന്ന് തിരിച്ചും വരികയാണ്. ഫൈൻഡ് ദി ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ്. ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡുമാണ് നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാൻ പറയുന്നത്. ആവറേജ് വെലോസിറ്റി നിങ്ങൾക്കറിയാം, ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, വെലോസിറ്റി ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ എന്താണ്? അയാൾ എയിൽ നിന്ന് ബിയിലേക്ക് പോയി, ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് തന്നെ വരികയാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? 0 ആണ്. 0/t ഈക്വൽ ടു എന്താണ്? 0. ഓക്കെ, ഇവിടെ ന്യൂമറേറ്റർ 0ഉം ഡിനോമിനേറ്റർ ഏതെങ്കിലും ഒരു നമ്പർ ആണെങ്കിൽ എന്താണ്? ന്യൂമറേറ്റർ 0 ആണെങ്കിൽ എന്താണ്? വാല്യൂ 0 തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഇവിടെ ആവറേജ് വെലോസിറ്റി 0 ആണ്. ഇനി ആവറേജ് സ്പീഡാണ് നമ്മളോട് പറയുന്നത്. അതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ആവറേജ് സ്പീഡ്, അതിനൊരു ഇക്വേഷൻ ഉണ്ട്, അത് നമ്മൾ ഡിറൈവ് ചെയ്യാം. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ഇൻ്റർവെൽ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഡി എടുക്കുന്നു. ഇവിടുന്ന് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ അയാൾക്ക് തിരിച്ചു വരാൻ എന്തെടുക്കും? ഡിസ്റ്റൻസ് ഉണ്ട് ഡി. ഓക്കെ, ഡി എടുക്കുന്നു. സെയിം ഡിസ്റ്റൻസ് അല്ലേ, എയിൽ നിന്ന് ബിയിലേക്ക് പോകും, തിരിച്ച് എയിലേക്ക് വരാനും സെയിം ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്താണ്? ടി പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 2d. ടൈം ഫ്രം എ ടു ബി, അയാൾ എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ അയാൾ എത്ര ടൈം എടുത്തു എന്നാണ് ഇവിടെ പറയുന്നത്. T1 ഈക്വൽ ടു, അതിന് T1 എന്ന് കൊടുക്കുന്നു. T1 ഈസ് ഈക്വൽ ടു, നിങ്ങൾക്കറിയാം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ എന്താണ്? സ്പീഡാണ്. അത് നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ബൈ 1 എന്നുണ്ടാവും. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നുള്ള ഇക്വേഷൻ കിട്ടും. അപ്പം ഇവിടെ എന്താണ്? ടൈം ഫ്രം എ ടു ബി എന്താണ്? T1 ഈക്വൽ ടു എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഡി ഡിവൈഡഡ് ബൈ എയിൽ നിന്ന് ബിയിലേക്ക് എടുത്ത സ്പീഡ്, അത് v1 ആണ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, v1. ഇനി ടൈം ഫ്രം ബി ടു എ, ബിയിൽ നിന്ന് അയാൾ എയിലേക്ക് എത്താൻ T2 എന്നുള്ള ടൈം എടുക്കുന്നു, ഈക്വൽ ടു ഡി ബൈ ഡിസ്റ്റൻസ് സെയിം തന്നെയല്ലേ, അങ്ങോട്ട് പോകുമ്പോൾ ഡി തന്നെയാണ്. അപ്പോൾ ഡി ഡിവൈഡഡ് ബൈ v2 വെലോസിറ്റിയിലാണ് അയാൾ തിരിച്ചു പോയത്. അപ്പോൾ നമുക്ക് ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് സ്പീഡിൻ്റെ ഇക്വേഷനിൽ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് 2d ആണ്, ഡിവൈഡഡ് ബൈ ടൈം എന്താണ്? എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോഴും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് പോകുമ്പോഴുള്ള ടൈമാണ്. അപ്പോൾ പ്ലസ് ചെയ്യണം രണ്ടും, ഡി ബൈ v1 പ്ലസ് ഡി ബൈ v2. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? 2d ബൈ ഇതിനെ ഡി ബൈ v1 പ്ലസ് ഡി ബൈ v2വിനെ ആഡ് ചെയ്ത് എഴുതുന്നു. അത് നിങ്ങൾക്കറിയാം, എ ബൈ ബി പ്ലസ് പി ബൈ ക്യൂ നിങ്ങൾ പഠിച്ചതാണ്, ഈക്വൽ ടു എ ക്യൂ പ്ലസ് ബി പി ബൈ പി ക്യൂ അല്ലേ? ഇത് നിങ്ങൾ മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? അങ്ങനെയാകുമ്പോൾ ഡി ഇൻറ്റു v2 പ്ലസ് ഡി ഇൻറ്റു v1 ഡിവൈഡഡ് ബൈ v1 v2. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? അത് 2d ആണ്, ഈക്വൽ ടു ഇതിനെ നമുക്കിങ്ങനെ മാറ്റി എഴുതാം. അതായത് ഇതിനെ ഫോർ എക്സാമ്പിൾ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 2d ഡിവൈഡഡ് ബൈ ഡി v2 പ്ലസ് ഡി v1 ബൈ v1 v2. എല്ലാ കുട്ടികൾക്കും മനസ്സിലായെന്ന് വരില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ എങ്ങനെയും കൂടി എഴുതാം, ഇങ്ങനെ എഴുതി കൂടെ 2d ഡിവൈഡഡ് ബൈ, അതായത് ഡിവൈഡ് ചെയ്യുന്ന 2d ഡിവൈഡഡ് ബൈ ഡി v2 പ്ലസ് ഡി v1 ബൈ v1 പ്ലസ് v1 v2. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു നേരെ ഇതിൻ്റെ റെസിപ്രോക്കൽ വരും അല്ലേ? അപ്പോൾ v1 v2 ബൈ ഡി v2 പ്ലസ് ഡി v1 അല്ലേ? അങ്ങനെ വരും. അതാണ്
ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡി ഇവിടെ കോമൺ ആണ്. ഇവിടെ 2D ഇല്ലേ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ 2D ഉണ്ട്. ആ ഡിയിൽ നിന്ന് നമ്മൾ കോമൺ ആക്കി എടുക്കുകയാണ്. കോമൺ ആക്കി എടുക്കുമ്പോൾ 2D ഇൻറ്റു V1 V2 ബൈ ഡി കോമൺ ആക്കി എടുക്കുന്നു, V2 പ്ലസ് V1 വരും. ഇവിടുന്ന് ഈ ഡിയും ക്യാൻസൽ ആവും. ഇവിടെ പറഞ്ഞോളൂ. അപ്പോൾ V1 ബൈ V1 പ്ലസ് V2 2 ഇൻറ്റു V1 V2 ബൈ V1 പ്ലസ് V2. അതാണ് എന്ത് ആവറേജ് സ്പീഡ് തരുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഡെറിവേഷൻ ശരിക്കും നിങ്ങൾക്ക് ഓടിയിട്ടുണ്ടാവില്ല. ഇതെന്തിനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരും. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. അതായത് ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നു, തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയ ഡിസ്റ്റൻസും ഇങ്ങോട്ട് പോയ ഡിസ്റ്റൻസും ഈക്വലാണ്. അങ്ങനെയാകുമ്പോൾ S1 ഈക്വൽ ടു എസ് എന്നത് ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ D1 എടുത്തോളൂ. S1 ഈക്വൽ ടു S2 എന്നാണെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ വെച്ചിട്ട് അതിൻ്റെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാം? V1 V2. അതായത് അങ്ങോട്ട് പോകുന്ന വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, തിരിച്ചിങ്ങോട്ട് വരേണ്ട വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അവർ പറയുന്നു എയിൽ നിന്ന് ബിയിലേക്ക് ഒരാൾ പോയി, ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്കും ഒരാൾ വന്നു. അപ്പോൾ അയാൾ ആദ്യം എടുത്ത വെലോസിറ്റി 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്, തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ 30 മീറ്റർ പെർ സെക്കൻഡ് എടുത്തു എന്ന് കരുതുക. അപ്പോൾ അയാളെ ആവറേജ് വെലോസിറ്റി ചോദിച്ചാൽ 0 ആണ്. കാരണം എയിൽ നിന്ന് ബിയിലേക്ക് പോയി ബിയിൽ നിന്ന് തിരിച്ച് അയാൾ എയിൽ തന്നെ വരുന്നുണ്ട്. പക്ഷേ ആവറേജ് സ്പീഡ് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു ഇക്വേഷനേ വേണ്ടൂ. V1 വെലോസിറ്റിയും V2 വെലോസിറ്റിയും മാത്രമേ വേണ്ടൂ. അപ്പോൾ നമുക്ക് ആവറേജ് സ്പീഡ് ഈ ഒരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. അത് ഒരേ ഡിസ്റ്റൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചാൽ മതി. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു 2 V1 V2 ബൈ V1 പ്ലസ് V2. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെയുള്ള മറ്റൊരു കേസാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നോക്കാം. ഇഫ് എ പാർട്ടിക്കിൾ ട്രാവൽസ് വിത്ത് എ സ്പീഡ് V1 for a time interval t1 and the speed v2 for a time interval t2, find the average speed. ഇവിടെ അതായത് T1ഉം T2 എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ഈ T1 അതായത് ഇഫ് എ പാർട്ടിക്കിൾ ട്രാവൽ വിത്ത് എ സ്പീഡ് V1 ഫോർ എ ടൈം ഇൻ്റർവൽ T1, അങ്ങോട്ട് ഒരാൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എയിൽ നിന്ന് ബിയിലേക്ക് ഒരാൾ മൂവ് ചെയ്യാണ്. അയാൾ ഇങ്ങോട്ട് പോയ ടൈമും തിരിച്ചിങ്ങോട്ട് വന്ന ടൈമും ഈക്വലാണ്. ഓക്കെ, അങ്ങനെ ഉള്ളൊരു കണ്ടീഷനിൽ നമുക്ക് ഏത് ഇക്വേഷൻ എടുക്കാം? വെലോസിറ്റി ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അങ്ങോട്ട് പോകുന്ന ടൈമും ഇങ്ങോട്ട് പോകുന്ന ടൈമും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, ഇവിടെ ആവറേജ് വെലോസിറ്റി എന്താണ്? 0 ആണ്. ആവറേജ് സ്പീഡ് നിങ്ങൾക്കറിയാം, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ഇവിടെ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡിൻ്റെ ടൈം. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇനി നമുക്ക് അങ്ങനെ ഡിസ്റ്റൻസിന് എങ്ങനെ എഴുതാം? സ്പീഡ് ഇൻറ്റു വെലോസിറ്റിയാണ്. അപ്പോൾ എയിൽ നിന്ന് അയാൾ ബിയിലേക്ക് പോകാൻ എടുത്ത സ്പീഡ് ഇൻറ്റു എയിൽ നിന്ന് ബിയിലെടുക്കാൻ എടുത്ത ടൈം, അതായത് V1 T1 പ്ലസ് പിന്നെ ബിയിൽ നിന്ന് അയാൾ തിരിച്ച് വരാനെടുത്ത ടൈം T2, പിന്നെ ബിയിൽ നിന്ന് എയിലേക്ക് വരാനെടുത്ത വെലോസിറ്റി V2. അതും ചെയ്ത ആ ഡിസ്റ്റൻസ് എന്താണ്? V2 T2 ഡിവൈഡഡ് ബൈ അത് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്താൽ. പിന്നെ T1 പ്ലസ് T2 ടൈം. നമ്മൾ ആദ്യം പറഞ്ഞു ഇത് രണ്ട് ഈക്വൽ ആണെന്ന്. അത് ഈക്വൽ അല്ലാതെ എഴുതിയാൽ ഇങ്ങനെ ഇരിക്കും, T1 പ്ലസ് T2. ഇനി ഇവിടെ പറയുന്നുണ്ട് ഇഫ് T1 ആൻഡ് T2 ആർ ഈക്വൽ, if time intervals are equal, then average speed is equal to V1t plus V2t. T1 T2 എന്നത് നമ്മൾ T തന്നെ എഴുതുകയാണ്, ഡിവൈഡഡ് ബൈ T1 പ്ലസ് T1 എന്നത് T പ്ലസ് T എന്നാവും. അതെന്താണ്? ഡിവൈഡഡ് ബൈ 2T. T പ്ലസ് T എന്നാണ് 2T ഈക്വൽ ടു മേലെ T കോമൺ ആക്കി എടുക്കുന്നു അല്ലേ, T ഇൻറ്റു V1 പ്ലസ് V2 ബൈ 2T. ഈ Tയും Tയും ക്യാൻസൽ ആകുന്നു. അപ്പോൾ V1 പ്ലസ് V2 ബൈ 2 എന്ന ഒരു ഇക്വേഷൻ കിട്ടും ആവറേജ് സ്പീഡിന്. ഇനി നമുക്ക് ഈ നേരത്തെ പഠിച്ചത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇനി ഒരാൾ എയിൽ നിന്ന് പിയിലേക്ക് പോവുകയാണെന്ന് കരുതുക. അയാൾ അങ്ങോട്ട് പോകാനെടുത്ത ഡിസ്റ്റൻസും തിരിച്ചിങ്ങോട്ട് പോകാനെടുത്ത ഡിസ്റ്റൻസും സെയിം ആണ്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ആവറേജ് സ്പീഡ് എന്താണ്? 2V1 V2 ബൈ V1 പ്ലസ് V2 എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. ഇനി അയാൾ
എടുത്ത ടൈം എയിൽ നിന്ന് ബിയിലേക്ക് പോകാനുള്ള ടൈമും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് വരാനുള്ള ടൈമും സെയിം ആണെങ്കിൽ ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ v1 പ്ലസ് v2/2 ആണ്. അതായത് അങ്ങോട്ട് പോകാൻ എടുത്ത വെലോസിറ്റി പ്ലസ് ഇങ്ങോട്ട് തിരിച്ച് വരാൻ എടുത്ത വെലോസിറ്റി ഡിവൈഡഡ് ബൈ 2 എന്നാണ് അതിൻ്റെ ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഒരു കണക്ക് ചെയ്യാം. അതായത് നമ്മളോട് പറയാണ്, എ കാർ കവേഴ്സ് ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേസസ് അറ്റ് എ സ്പീഡ് ഓഫ് 80 km/h ആൻഡ് സെക്കൻഡ് ഹാഫ് അറ്റ് 60 km/h. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ കാർ? അതായത് ഒരു ബോഡി ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ്, അതായത് ഫസ്റ്റ് ഹാഫ് ഓഫ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു, എയിൽ നിന്ന് ബിയിലേക്ക്, അതായത് ഫോർ എക്സാമ്പിൾ ഇതെടുക്കുമ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നതാണ്. എയിൽ നിന്ന് ബിയിൽ പോയി ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് വരികയാണ് ഒരാൾ. അപ്പോൾ അയാളെടുത്ത ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് എയിൽ നിന്ന് ബിയിലേക്കുള്ള, അതും ടോട്ടൽ ഡിസ്റ്റൻസ് എയിൽ നിന്ന് ബിയിലും ബിയിൽ നിന്ന് എയിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ പകുതി എന്താണ്? എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ്. ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേസസ് അറ്റ് എ സ്പീഡ് ഓഫ്, എത്ര സ്പീഡിലാണ് അയാൾ എടുക്കുന്നത്? 80 km/h. അയാൾ തിരിച്ച് വരാൻ സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് ബൈ 60 km/h ആണ്. ഇനി നമ്മളോട് വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ കാർ എന്ന് ചോദിക്കുന്നു. ആവറേജ് സ്പീഡ് എന്താണ് ഇവിടെ? ആവറേജ് സ്പീഡ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആവറേജ് സ്പീഡിന് നമ്മൾ അങ്ങോട്ട് എടുത്ത ഡിസ്റ്റൻസും തിരിച്ച് ഇങ്ങോട്ട് എടുത്ത ഡിസ്റ്റൻസും സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തരിക. കുറച്ച് ചൊറ പോലെ ഉണ്ടാവും, നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവില്ല. ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസും സെക്കൻഡ് ഹാഫ് ഓഫ്, അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ്, സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ്, അതായത് അങ്ങോട്ട് പോയ ഡിസ്റ്റൻസും ഇങ്ങോട്ട് പോയ ഡിസ്റ്റൻസും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ നിങ്ങൾക്കറിയാം 2v1 v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2 ആണ്. അത് വെച്ച് അപ്പോൾ s1 ഈസ് ഈക്വൽ ടു s2. ഹിയർ അങ്ങോട്ട് പോകാൻ എടുത്ത ഡിസ്റ്റൻസ് ഈക്വൽ ടു ഇങ്ങോട്ട് പോകാൻ എടുത്ത ഡിസ്റ്റൻസ്. അത് വെച്ച് ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു v1 v2 ബൈ v1 പ്ലസ് v2 ഈക്വൽ ടു നമ്മൾ ഇത് കൊടുക്കുന്നു 2 × 80 km/h × 60 km/h പ്ലസ് 80 പ്ലസ് 60. അത് ചെയ്താൽ നമുക്ക് 68.57 km/h കിട്ടും. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കേട്ടോളൂ. എ കാർ ട്രാവൽസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഫോർ ഫസ്റ്റ് ഹാഫ് ടൈം. ഫസ്റ്റ് ഹാഫ് ടൈമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നേരത്തെ ഡിസ്റ്റൻസ് ആണ് പറഞ്ഞത്, ഇപ്പോൾ ടൈമാണ്. വിത്ത് എ സ്പീഡ് 40 km/h ആൻഡ് സെക്കൻഡ് ഹാഫ് ടൈം വിത്ത് എ സ്പീഡ് ഓഫ് 60 km/h. ഫൈൻഡ് ദി ആവറേജ് സ്പീഡ് ഓഫ് ദ കാർ. ഇനി ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ T1 ഈക്വൽ ടു T2 ആണ്. അങ്ങനെ ആകുമ്പോൾ ഇക്വേഷൻ എന്താണ്? v1 പ്ലസ് v2/2 ആണ് ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ 60 + 40 ഡിവൈഡഡ് ബൈ 2, 60 + 40 ഡിവൈഡഡ് ബൈ 2 ഇക്വേഷനിലുള്ളതാണ്. ഈക്വൽ ടു 50 km/h ആണ്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ സ്പീഡ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഈ ഒരു ലെക്ചർ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ.